ദൈവസ്നേഹത്തിൻ്റെ 12-ാമത്തെ ഫലം. പുറപ്പാട് 20:6 കൂടി ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന എന്നെ സ്നേഹിച്ചെൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു എന്ന തിരുവെഴുത്ത് ഈ ലോകത്തിലെ കുടുംബങ്ങൾക്കും തലമുറകൾക്കും വാഗ്ദാനം ചെയ്യപ്പെട്ട ഏറ്റവും വലിയ നിധിയാണ്. ഈ നിധി നേടുവാൻ ദൈവത്തെ സ്നേഹിക്കുക, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക, അങ്ങനെ വിശ്വാസത്തിൽ ഉറയ്ക്കുക. പിതാവിൻ്റെ കൽപ്പന എന്തെന്ന് 1 യോഹന്നാൻ 3:23 പറയുന്നു. അവൻ്റെ കൽപ്പനയോ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. ഈ വചനം യേശു കൽപ്പനകളുടെ സാരാംശത്തിലൂടെ വെളിപ്പെടുത്തുകയും നമ്മുടെ 1000 തലമുറ വരെ അനുഗ്രഹിക്കപ്പെടുവാനുള്ള വഴി വ്യക്തമായി തുറന്നു കാട്ടുകയും ചെയ്യുന്നു. വിശുദ്ധ മത്തായി 22:36 മുതൽ 40 വരെയുള്ള കൽപ്പനകളുടെ സാരാംശത്തിൽ അവരിൽ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു. ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. വിശുദ്ധ യോഹന്നാൻ 14:23 ഇവിടെ അന്വർത്ഥമാകുന്നു. കർത്താവിനെ അന്ധമായി വിശ്വസിച്ച വിശ്വാസികളുടെ പിതാവായി തീർന്ന അബ്രഹാമിനെ പോലെ കർത്താവിനെ സ്നേഹിച്ച് അനുസരിച്ച് വിശ്വസിച്ച് ഈ വാഗ്ദാനം നമ്മുടെ തലമുറയ്ക്കും നേടിക്കൊടുക്കുവാൻ നാം യത്നിക്കേണ്ടയോ? യേശു പഠിപ്പിച്ച കൽപ്പനകളുടെ സാരാംശം നമ്മുടെ ഹൃദയമെന്ന പലകയിൽ മായാതെ കിടക്കട്ടെ. പുറപ്പാട് 20:6 വാഗ്ദാനം നമ്മുടെ തലമുറയെ അനുഭവിക്കുവാൻ ഇടയാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.